ചില അമ്മമാർക്ക് എന്നോട് ദേഷ്യമുണ്ടാകും. മെമ്പറെ, അവർക്ക് ഒരു പണിയില്ല, ചുമ്മാ തണലത്തിരിക്കുക. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തായ പള്ളിക്കൽ പഞ്ചായത്തിൽ നടന്ന സംഭവം. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയമുള്ളവരെ, ഞാൻ ശ്രീകുമാർ. ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയത്തെ പറ്റി അറിയാത്തവരായി നമ്മളുടെ രാജ്യത്ത് തന്നെ ആരും ഉണ്ടാകില്ല. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ, അതായത് നമ്മളുടെ തൊഴിലുറപ്പ് പദ്ധതി. മുൻപ് 100 ദിവസത്തെ തൊഴിൽ ദിനമായിരുന്നുവെങ്കിൽ ഇന്നത് 125 ദിവസമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമ്മളുടെ തൊഴിലുറപ്പ് പദ്ധതി വരുമാനം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഗ്രാമവികസനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെല്ലാം ഒത്തുചേർന്ന് ഒരു വലിയ പദ്ധതിയായി മാറിയിരിക്കുകയാണ്. സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം, വയോധികർക്കും സുരക്ഷിതമായ വരുമാനം, ഇതാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ മുഖം. ജോലിയും വർദ്ധിപ്പിച്ചു, കൂലിയും വർദ്ധിപ്പിച്ചു. 100 തൊഴിൽ ദിനത്തിൽ നിന്നും 125 തൊഴിൽ ദിനമായി വർദ്ധിപ്പിച്ചു. 329 രൂപ കൂലിയിൽ നിന്നും 369 രൂപയാക്കി മാറ്റി. കൃത്യസമയത്ത് കൂലി, തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പണം. ഇന്നത്തെ തൊഴിലുറപ്പിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളാണ് ഇതെല്ലാം. കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ചില സവിശേഷതകളുണ്ട്. നഗരസഭകളിലെ തൊഴിലുറപ്പ് പദ്ധതിയെ മഹാനായ അയ്യങ്കാളിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അയ്യങ്കാളി നഗരസഭ തൊഴിലുറപ്പ് പദ്ധതി ആദിവാസി കുടുംബങ്ങൾക്ക് 125 ദിവസത്തിന് പുറമെ അധികം തൊഴിൽ നൽകുന്ന ട്രൈബൽ പ്ലസ് പദ്ധതി, കൂടാതെ 2021 പ്രത്യേക നിയമപ്രകാരം തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകരിച്ച ക്ഷേമനിധി ബോർഡ്. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രയോജനം ഓരോ കുടുംബത്തിലേക്കും എത്തിച്ചേരുന്നത് നമ്മുടെ സാമൂഹിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഈ ബൃഹത് പദ്ധതിയുടെ ശോഭ കെടുത്തുന്നു. ചിലർക്കൊരു മനോഭാവമുണ്ട്, തൊഴിലുറപ്പിൽ ഒരു പണിയുമില്ലാതെ വെറുതെ ഇരിക്കുകയാണ്. അത് അവരുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. അവർക്ക് ദൈനംദിനം കൊടുക്കുന്ന തൊഴിൽ കൃത്യമായി അവർ നിർവഹിക്കുന്നുണ്ട്. തൊഴിൽ ദിനങ്ങൾക്കനുസരിച്ച് തൊഴിൽ നൽകാത്തത് നമ്മളുടെ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ എന്റെ അമ്മ പെങ്ങന്മാരോടായി പറയുകയാണ്, മെമ്പറെ, അവർക്ക് ഒരു പണിയില്ല, ചുമ്മാ തണലത്തിരിക്കുക എന്ന് പറയുന്ന ചില നേതാക്കന്മാര് നിങ്ങളുടെ അടുക്കലേക്ക് വരും. അവരുടെ യാത്രകളിലും പാർട്ടി മീറ്റിങ്ങുകളിലും പങ്കെടുക്കണം എന്ന് പറയുവാനായി. രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥയിലും മീറ്റിങ്ങുകളിലും പങ്കെടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞതിൽ ചില അമ്മമാർക്ക് എന്നോട് ദേഷ്യമുണ്ടാകാം. എങ്കിലും ഞാൻ പറയുകയാണ്, സാധാരണക്കാരായ പാവപ്പെട്ട അമ്മമാരെ നിങ്ങൾ മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് പോകരുത്. കാരണം പുതിയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിങ്ങളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തെ നിയമിച്ചിട്ടുണ്ട്. പഴയതുപോലെ ഒപ്പിട്ടിട്ട് പാർട്ടി മീറ്റിങ്ങിന് പോകാമെന്ന് വെച്ചാൽ നടക്കില്ല. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തായ പള്ളിക്കൽ പഞ്ചായത്തിൽ നടന്ന സംഭവം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പാർട്ടി മീറ്റിങ്ങുകൾക്കോ ജാഥയ്ക്കോ അല്ല പ്രാധാന്യം, തൊഴിലിനാണ് പ്രാധാന്യം. ഈ വർഷം നിങ്ങൾക്ക് 125 തൊഴിൽ ദിനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.